നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചും ആ ദൈവം നാം ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് കഴിയാത്തത് നമ്മുടെ പാവാവസ്ഥ മൂലമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്കപ്പുറം യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപകടം വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. നാം അവനിൽ വിശ്വസിക്കണം, സമ്പൂർണമായി സമർപ്പിക്കണം, മാനസാന്തരപ്പെടണം. അപ്പോൾ അവിടുത്തെ വാഗ്ദാനമായ ആത്മാവ് നമ്മൾ സജീവമാവും. നാം ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഈ ആത്മാവിലൂടെയാണ് ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ എത്തുന്നത്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സജീവമാകുമ്പോൾ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞൊരു കൂട്ടായ്മയുടെ ഭാഗമാകും നമ്മൾ. ആ കൂട്ടായ്മ നമ്മളെ സുവിശേഷത്തിന്റെ ജീവിതം പങ്കുവെക്കാനായിട്ട്, സുവിശേഷം സകലരോടും പങ്കുവെക്കാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഈ സുവിശേഷം ജീവിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കുടുംബം എന്ന് തന്നെയാണ് നമുക്ക് പറയാനാവുക. കുടുംബത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് കുടുംബം ഒരു ശ്രീകോവിലാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ഒരു ശ്രീകോവിലേക്ക് വെറുതെ ആർക്കും ചെന്ന് പ്രവേശിക്കാനാവില്ല. അത് നിയോഗം ലഭിച്ചയാൾ നിയോഗം അനുസരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അതിന്റെ ക്രമം അനുസരിച്ച് അതിൽ മൈക്ക് മുട്ടായി. അങ്ങനെ അതിപ്രധാനമായ അതിശ്രേഷ്ഠമായ ഒരു ദൈവവിളിയാണ്. ആ വിളി വെറുതെ നമുക്ക് ലഭിക്കുന്നില്ല. ദൈവം സ്നേഹപൂർവം തൻ്റെ ഏറ്റവും പ്രധാന സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ സകലതും സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ആക്കിയിട്ട് ആ മനുഷ്യന് താൻ ചെയ്ത പ്രവൃത്തി, എല്ലാം സൃഷ്ടിക്കുന്ന ജന്മം നൽകുന്ന പ്രവൃത്തി ആ മനുഷ്യനെ ഏൽപ്പിച്ചു. തൻ്റെ സൃഷ്ടിയായ സകല സൃഷ്ടികളുടെയും സഹസൃഷ്ടാക്കളായി മനുഷ്യനെ തെരഞ്ഞെടുത്തു, കുടുംബത്തെ തെരഞ്ഞെടുത്തു. ആ കുടുംബം അത് പരിപാലിച്ച് വളർത്തണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകം ആരംഭത്തിൽ നമ്മളത് കാണുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ നിന്നുമാണ്. ഒരു ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വ്യാപരിക്കാൻ ഊർജം ആദ്യം സ്വീകരിക്കുന്നതും കുടുംബത്തിലുള്ളവരിൽ നിന്നാണ്. അപ്പൊ കുടുംബം അതിപ്രധാനമായ ഒന്നാണ്, അതിപ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഇവിടെ നാം കണ്ടുമുട്ടുകയാണ്. നമ്മൾ വിശുദ്ധ തെർത്തുല്യൻ പ്രസ്താവിക്കുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണിത്. സഭ സംയോജിപ്പിക്കുകയും സമർപ്പണത്താൽ ശക്തിപ്പെടുത്തുകയും ആശീർവാദത്താൽ മുദ്രിതമാക്കുകയും മാലാഖമാർ പ്രഘോഷിക്കുകയും പിതാവിനാൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വിവാഹത്തിന്റെ ആനന്ദം ഞാൻ എങ്ങനെ വിവരിക്കും? തുടർന്ന് അതിനെക്കുറിച്ചാണ് താഴോട്ട് മുഴുവൻ നമ്മൾ വായിച്ചു വരുന്നത്. അത്രയും ശ്രേഷ്ഠമായ, അത്രയും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിവാഹം, കുടുംബം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ ഒന്നാണ്. ഈ കുടുംബത്തെ സഭ ഗാർഹിക സഭ എന്നാണ് വിളിക്കുക. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുതൽ കുടുംബം ഒരു ഗാർഹിക സഭയാണ്, സഭയുടെ ചെറു പതിപ്പാണ് കുടുംബം എന്നാണ്. ഇത് നമ്മുടെ ഹോളി ഹോം ടീമിലുള്ള എല്ലാവരും കുടുംബമായിട്ടൊരു തീർത്ഥയാത്രയ്ക്ക് പോയതിന്റെ ഫോട്ടോയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ് യുവജന മതബോധന ഗ്രന്ഥത്തിൽ സഭ വിപുലമായ തോതിൽ എന്തായിരിക്കുന്നുവോ കുടുംബം ചെറിയ തോതിൽ അതായിരിക്കുന്നു. അപ്പൊ ഒരു സഭയുടെ കൊച്ചു പതിപ്പാണ്. സഭയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം കുടുംബത്തിൽ ഉണ്ടാകണമെന്ന്, സഭ എന്തായിരിക്കുന്നുവോ അത് മുഴുവൻ കുടുംബമായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാനുഷിക കൂട്ടായ്മയിൽ ദൈവസ്നേഹത്തിന്റെ പ്രതിച്ഛായ യഥാർത്ഥത്തിൽ മറ്റുള്ളവരോടുള്ള ദൈവം അയക്കുന്ന കുട്ടികളോടുള്ള തുറന്ന മനസ്ഥിതിയും പരസ്പര സ്വീകരണത്തിലും ആതിഥ്യപരമായ ഔചാര്യത്തിലും മറ്റുള്ളവർക്കായി നിലകൊള്ളാനുള്ള മനസ്ഥിതിയും ഒക്കെയാണ് ഓരോ കുടുംബജീവിതവും പൂർണ്ണതയിലെത്തിക്കുന്നത്. അപ്പൊ കുടുംബം ഒരു സഭയാണ്, സഭയുടെ പതിപ്പ് തന്നെയാണ് കുടുംബമെന്ന് സഭാ പിതാക്കന്മാർ സഭയുടെ പ്രബോധനങ്ങൾ, പഠനങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബം ഒരു ദേവാലയമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കുടുംബത്തെ കാണുമ്പോൾ കുടുംബം ഒരു ദേവാലയമാണ്, അല്ലെ? നമ്മുടെ കുടുംബമെല്ലാം ഒരു ദേവാലയമാണ്. എത്ര മനോഹരമായ ഒരു പദപ്രയോഗമാണ് കുടുംബം ഒരു ദേവാലയം. ദേവാലയത്തിന്റെ സമാധാനവും ദേവാലയത്തിന്റെ സന്തോഷവും ദേവാലയത്തിലെ നീതിബോധവും ദേവാലയത്തിന്റെ വിശുദ്ധിയും എല്ലാം ആഴ്ന്നു നിൽക്കുന്ന ഒരു ഇടമാണ്
കുടുംബം എന്ന് പറയുന്നത്. ദേവാലയമാകുന്നത് ഒരിടം കൂദാശ ചെയ്യപ്പെടുമ്പോഴാണ്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അധികാരം ലഭിച്ചയാൾ ശ്രേഷ്ഠ പുരോഹിതൻ അത് ആശീർവദിക്കുമ്പോൾ ആ ഇടം ദേവാലയമായി മാറുന്നു. ദേവാലയത്തിനായി ആശീർവാദ കർമ്മം നിർവഹിക്കുമ്പോൾ. അപ്പൊ കുടുംബം ദേവാലയമാണെന്ന് പറയുമ്പോൾ നിയോഗം ലഭിച്ച് കുടുംബവിളി തിരഞ്ഞെടുത്ത് സ്വതന്ത്ര മനസ്സോടെ ആ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ദേവാലയത്തിൽ വെച്ച് പുരോഹിതൻ അത് ആശീർവദിക്കുന്നതോടുകൂടി അത് ദേവാലയമായി മാറുകയാണ്, അത് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പം ദേവാലയത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒന്ന്, പ്രാർത്ഥനകൾ ഉയരുന്നു. കുടുംബത്തിലും അങ്ങനെ തന്നെ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. രണ്ട്, ദേവാലയത്തിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു. കുടുംബവും അതിനൊരു കൗദാശിക മാനമുണ്ട്. ദേവാലയത്തിൽ അൾത്താരയിൽ ബലിപീഠത്തിൽ പുരോഹിതൻ ജീവനില്ലാത്ത അപ്പവും വീഞ്ഞും ബലിയർപ്പിച്ച് ജീവനുള്ള ദൈവത്തിന്റെ ശരീരമാകുന്നത് പോലെ ദമ്പതികൾ തങ്ങൾ കിടന്നുറങ്ങുന്ന വിവാഹ കട്ടിലിൽ വെച്ച് തങ്ങൾ നിർവഹിക്കുന്ന ദാമ്പത്യ ധർമ്മ നിർവഹണം അത് കൂദാശ പോലെ പരിപാവനവും ശ്രേഷ്ഠവും വിശുദ്ധവുമാണ്. കൂദാശ പോലെ അത് വിശുദ്ധീകരിക്കപ്പെടുന്ന ആ കൃപയിൽ അതായിത്തീരുകയാണ്. കൂദാശ പോലെ ജീവൻ നൽകുന്ന ഒന്ന് ഈ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിനുണ്ട്. അപ്പൊ അത് കൂദാശയോളം ശ്രേഷ്ഠവും വിശുദ്ധവും പാവനവുമായ ഒരു കർമ്മമാണ്, ഒരു ക്രമമാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. സഭാപിതാക്കന്മാരെല്ലാം അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം അൾത്താരയിൽ ക്രിസ്തു തന്നെ ആത്മദാനം സമർപ്പണം നടത്തി ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച് വീണ്ടെടുത്തതുപോലെ ദമ്പതികൾ സ്വയം ആത്മസമർപ്പണം നടത്തി ഈ ലോകത്തിലേക്ക് പുതിയൊരു ജീവനെ കൊണ്ടുവരികയാണ്. ദമ്പതികൾ പരസ്പരം ദൈവിക സ്നേഹത്തിൽ ആഴപ്പെടുകയാണ്. അത്ര ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഒന്നാണ്. പലപ്പോഴും കൗൺസിലിങ്ങിലൂടെ കടന്നുപോയപ്പോൾ പല ദമ്പതികളുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി വരുമ്പോൾ പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യം, അവർ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുകയാണ്. അല്ലെങ്കിൽ വിശുദ്ധിയോടെ സ്നേഹത്തോടെ ആ ദാമ്പത്യ ധർമ്മത്തെ കാണുന്നില്ല. മറ്റ് പല തെറ്റായ ബന്ധങ്ങളുടെ കൂടത്തിൽ ഈ ഒരു ബന്ധത്തെ കാണുകയാണ്. ആ ശ്രേഷ്ഠമായ ഒരു ദൈവികമായ കർമ്മമാണ് തങ്ങൾ നിർവഹിക്കുന്ന ദാമ്പത്യ ധർമ്മം എന്ന് പലപ്പോഴും ദമ്പതികൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ദമ്പതികൾ ഒരു റൂമിൽ തന്നെ 2 കട്ടിലിലോ 2 റൂമിലോ ഒക്കെയാണ് താമസം. പക്ഷേ സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദമ്പതികൾ ജീവിത അവസാനം വരെ ഒരുമിച്ച് ഒരു കട്ടിലിൽ തങ്ങൾ പരസ്പര ആത്മസമർപ്പണം ചെയ്യുന്നവരായി വളരണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദമ്പതികളും ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുന്ന ഒരു സമയമാണ്. ക്രിസ്തു സ്വയം ആത്മസമർപ്പണം ചെയ്തതുപോലെ ആത്മസമർപ്പണം ചെയ്യുന്നതിലേക്ക് വളരുന്ന ഒരു സമയമാണ് ഈ ദാമ്പത്യ ധർമ്മ നിർവഹണം. അത് ദമ്പതികൾ ജീവനുള്ളവരാകുന്നു എന്ന് മാത്രമല്ല, പുതിയൊരു ജീവനിലേക്ക് ദമ്പതികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ ദേവാലയമാക്കി രൂപപ്പെടുത്താനായിട്ട് കഴിയുക? ഒന്ന്, പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുന്നതിലൂടെയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന. 3 നേരം കർത്താവിന്റെ മാലാഹ. ഞാൻ വീട്ടിൽ ശ്രമം നടത്തി, പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പെങ്കിലും കർത്താവിന്റെ മാലാഹ ചൊല്ലി പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന, കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ദേവാലയമായി കുടുംബം മാറും. ദമ്പതികൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പരസ്പരം ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുന്നത് ദാമ്പത്യ ജീവിതം ദേവാലയത്തിന്റെ ആ ശുദ്ധതയിലേക്ക് വളരാൻ ഇടയാകും. കൗദാശികമായി നമ്മൾ നമ്മുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തണം. വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം. എല്ലാ ദിവസവും കുടുംബം ഒരുമിച്ച് കുർബാനയ്ക്ക് പോവുക. എൻ്റെ കുടുംബം അതെ, നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും കുടുംബം ഒരുമിച്ച് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ പോകും. രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം തൊട്ടടുത്തൊരു കുർബാന, ഒരു ലത്തീൻ പള്ളിയുണ്ട്, അവിടെ പോകും. അതും പറ്റിയില്ലെങ്കിൽ നമ്മുടെ എമ്മാനുവലച്ചനെ വിളിച്ചു പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോയി കുർബാനയിൽ പങ്കെടുക്കും. ഒരു ദിവസം പോലും കുർബാന മുടങ്ങാറില്ല. അടുത്തടുത്തുള്ള കുമ്പസാരം ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ കുടുംബം ഒരുമിച്ച്, എൻ്റെ കുടുംബം ഞങ്ങൾ ഒരുമിച്ച്, ഞാനും ഭാര്യയും മക്കളും ഒരുമിച്ച്
പ്രാർത്ഥിച്ചൊരുങ്ങി പരസ്പരം കുമ്പസാരത്തിന് ഒരുക്കി ഒരുമിച്ച് പോയി കുമ്പസാരിക്കുകയാണ്. അത് നമ്മുടെ കുടുംബത്തെ ദേവാലയമാകാൻ സഹായിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധനയിൽ കുറച്ചു നേരം പങ്കെടുക്കാൻ കഴിയുന്നത്, കുടുംബം ഒരുമിച്ചോ പറ്റുമെങ്കിൽ ഒരുമിച്ച് ആഴ്ചയിൽ ഒരിക്കലോ 2 or 3 പ്രാവശ്യമൊക്കെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കെങ്കിലും പോയി വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നമ്മളെ കൂടുതൽ നമ്മുടെ കുടുംബം ദേവാലയമാകാൻ സഹായിക്കും. നമ്മുടെ കുടുംബം ഗാർഹിക സഭയാണ്, ആ കുടുംബം ദേവാലയമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദേവാലയമാകുന്ന കുടുംബം, അതിൻ്റെ അടുത്തൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് കുടുംബം ഒരു വിദ്യാലയം എന്നുള്ളതാണ്. എന്തേരം കാര്യങ്ങളാണ് നമ്മുടെ വീട് പഠിപ്പിക്കുന്നത്, അല്ലെ? നമ്മളാരും ഉണ്ടായി വന്നപാടെ സ്വയം പഠിച്ചതല്ലല്ലോ. നമ്മൾ ഈ ഭാഷ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ശൈലിയുണ്ട്. ചിലപ്പോൾ എങ്കിലും പറയുന്നത് കേൾക്കും, അത് അപ്പനെ പോലെ തന്നെ ഇരിക്കണേ. ആ കണ്ടില്ലേ, ആ കൈ എടുത്തത് അപ്പനെ പോലെയാണ്. വീട്ടിൽ എന്തേരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ, കൈ കഴുകാൻ, പല്ലു തേക്കാൻ, കുളിക്കാൻ, ടോയ്ലറ്റ് വിദ്യാഭ്യാസം, വീട്ടിൽ വരുന്നവരോടുള്ള ആചാര മര്യാദകൾ. മാതാപിതാക്കൾ പ്രഥമ അധ്യാപകരാണ്. നമ്മുടെ കുടുംബം വളരെ ശക്തമായൊരു വിദ്യാലയമാണ്. പ്രത്യേകമായി വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പ്രബോധകരാണ്, മാതൃകകളുമാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ നമ്മുടെ മാതൃക നമ്മൾ കാണുന്നത് അവർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി വളർത്തുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടെ ഇപ്പം പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പോകുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും സംബന്ധിച്ച് എല്ലാവരെയും ഞാൻ 10 രൂപ ഇടുന്നെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും 10 രൂപ കൊടുക്കും. അപ്പൊ കൊച്ചു കുഞ്ഞടക്കം എല്ലാവരും കൊണ്ടുപോയി 10 രൂപ ഇടുകയാണ്. സാവധാനം കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന്റെ ദേവാലയത്തിന് വേണ്ടി നാം നൽകണമെന്ന്. വീട്ടിൽ വിരുന്നുകാർ വന്നാലോ അല്ലെങ്കിൽ കൃത്യമായൊരു സമയത്ത് നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് ദൈവം പ്രധാനപ്പെട്ടതാണ്. ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുക. അങ്ങനെ എന്തേരം കാര്യങ്ങളാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും വരും, ആര് വന്നാലും അവസാനം വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിയല്ലി പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് വീട്ടിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ, സന്മാർഗത്തിൻ്റെ പാഠങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. മാതാപിതാക്കളാണ് അവരുടെ പ്രഥമമായ അധ്യാപകർ. വീട്ടിൽ അപ്പനോ ഞങ്ങൾ ഒരുമിച്ച് പരസ്പരം സന്ധ്യാപ്രാർത്ഥന എല്ലാവരും കെട്ടിപ്പിടിച്ച് സ്തുതി കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഭാര്യ എനിക്കും തരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. പരസ്പരം വഴക്കുണ്ടാവും. വഴക്കുണ്ടെങ്കിൽ സോറി പറയുന്നു, ക്ഷമ ചോദിക്കുന്നു. അത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നിട്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, വിശ്വസിക്കാൻ, വിശുദ്ധിയിൽ വളരാൻ ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഇടമാണ് കുടുംബം. കുടുംബം ഒരു സ്നേഹസമൂഹം എന്ന ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ ലേഖനത്തിൽ, ആ ഒരു ടെസ്റ്റിൽ ഇതാണ് ആ പുസ്തകം. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വ്യക്തിയുടെ വളർച്ചയ്ക്കൊത്ത് സുവിശേഷം അറിയിക്കാനും പടിപടിയായുള്ള വിദ്യാഭ്യാസം, മതബോധനം എന്നിവ വഴി മനുഷ്യനെ മാനുഷികവും ക്രൈസ്തവുമായ പക്വതയിലേക്ക് നയിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്ന ആദ്യ സമൂഹമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ കുടുംബം. അപ്പൊ ഈ ലോകത്തിൽ എന്തേരം നന്മ ചെയ്യണോ ആ നന്മയെല്ലാം പഠിപ്പിക്കപ്പെടുന്ന ഇടം, പരിശീലിപ്പിക്കപ്പെടുന്ന ഇടം കുടുംബമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ വീട്ടിൽ നിന്ന് ചാച്ചൻ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. പോയി വന്ന വഴിക്ക് കടക്കാരനറിയാതെ 2 മുട്ടായി എടുത്തിട്ട് വന്നു. വീട്ടിൽ വന്ന് അപ്പൻ കണക്കൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ തന്നുവിട്ട പൈസ കൃത്യമായ സാധനത്തിനുള്ളൂ. ഈ മുട്ടായി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. അത് കടക്കാരൻ തന്നാന്ന് പറഞ്ഞു. അപ്പനറിയാം അങ്ങനെ കൊടുക്കാൻ വഴിയില്ലെന്ന്. അപ്പൻ എന്നെ കൊണ്ട് പോയി തിരിച്ചു ഓടിപ്പിച്ച് ക്ഷമ ഓർപ്പിച്ച് വീട്ടിൽ വന്ന് 2 അടിയും തന്നു. അപ്പൊ എന്ത് പഠിച്ചു? ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എന്തേരം കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഇടം അത് കുടുംബമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ശിരസിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയും, ഞാൻ ഈശോയുടെ വിശുദ്ധയായ കുഞ്ഞാണ്, നന്നായി പഠിക്കുന്നു. അവർ 6-7 പ്രാവശ്യം ആവർത്തിക്കും. ആവർത്തിക്കുമ്പോൾ അവരൊരു കാര്യം പഠിക്കുകയാണ്, ഞാൻ ഈശോയുടെ വിശുദ്ധയായ കുഞ്ഞാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ
ഒപ്പം സ്വയം സ്നേഹിക്കാൻ ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ, എൻ്റെ കുറവുകൾ, ബലഹീനതകൾ, പരിമിതികൾ, ഇതെല്ലാം കൂടി ഞാൻ സ്വയം സ്നേഹിക്കാനായിട്ടും പഠിക്കുകയാണ്. ഒപ്പം പരസ്നേഹത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ വരുമ്പോൾ, പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ, അവർക്ക് നമ്മൾ ആ കുഞ്ഞുങ്ങൾ വഴി പണമാകാം, ഭക്ഷണമാകാം, ഇതൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പരസ്നേഹ പ്രവൃത്തിയിലേക്ക് വളരുകയാണ്. ഈ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ കുടുംബം ഒരു വിദ്യാലയമായി വളർത്താൻ കഴിയുക? ദൈവവചന വായനയും പഠനവും അത് നമ്മുടെ കുടുംബത്തിൽ നടക്കണം. സഭാ പാരമ്പര്യങ്ങളുടെ അനുഷ്ഠാനം, ഉപവാസം, നോമ്പ്, ഇപ്പൊ 8 നോമ്പ് വരികയാണല്ലോ, ഇങ്ങനെ നോമ്പ്, ഇതിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബം ഒരുമിച്ച് ഭാഗമാകുന്നു. സഭയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലുമുള്ള പങ്കാളിത്തം വഴി കുഞ്ഞുങ്ങൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ്. കുട്ടികളിലെ മിഷൻ ലീഗ് ആകാം, CMC ആകാം, MCYM ആകാം, ഇങ്ങനെ നിരവധി കൂട്ടായ്മകളുണ്ടല്ലോ. അവിടെയെല്ലാം സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരുക, ഞായറാഴ്ച ശനിയാഴ്ച പള്ളി വൃത്തിയാക്കാൻ പോവുക, ഇതെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ്. സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ, വിശുദ്ധരെ കുറിച്ച് അറിയാൻ സഹായിക്കുക, വിശുദ്ധരുടെ പുസ്തകങ്ങൾ വീട്ടിൽ വാങ്ങിവെക്കുക, അത് വായിക്കാൻ സഹായിക്കുക, നമ്മുടെ ചുറ്റുമുള്ള കുടുംബങ്ങൾ സന്ദർശിക്കുക, അവരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാനായിട്ട് പോവുക. ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ പഠനത്തിൽ, വിദ്യാഭ്യാസപരമായി ധാരാളം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പഠനത്തിൽ വളർത്താൻ കഴിയും. നമ്മുടെ കുടുംബം സ്നേഹത്തിന്റെ ഉറവിടവും നഴ്സറിയുമാണ്. സ്നേഹം അതിന് ഉറവയെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നഴ്സറി എന്ന് പറയുമ്പോൾ അത് ബഡ് ചെയ്യുന്ന ഇടമാണ്. ധാരാളം കാര്യങ്ങൾ നമുക്ക് ബഡ് ചെയ്ത് ചേർക്കാനായിട്ട് പറ്റും. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അപ്പനും അമ്മയും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി മേടിച്ച് അവർ പോയി. അപ്പനും അമ്മയും സ്തുതിയില്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ വിശുദ്ധനായ ഈശോയുടെ കുഞ്ഞാണ് നീ എന്ന് പറയണമെന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ നവീകരണത്തിലുണ്ടായ, ജീസ്യത്തിലുണ്ടായ ധാരാളം കുടുംബങ്ങളിൽ പോയി താമസിപ്പിച്ചപ്പോൾ അവരുടെ വീടുകളിൽ കണ്ട കാര്യങ്ങൾ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ വന്നപ്പോൾ അത് ബഡ് ചെയ്യപ്പെട്ടു. അതെൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് പോവുകയാണ്. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റില്ലായിരുന്നു, സ്കൂളിൽ പോകേണ്ടത് കൊണ്ട്. പക്ഷേ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കുടുംബങ്ങളും അതിൻ്റെ നന്മയും ഒക്കെ ഞാൻ അടുത്തറിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഞാൻ കാസർഗോഡ് നിന്ന് താമസം മാറി അങ്കമാലിയിലേക്ക് വന്നു. അടുത്തടുത്ത് കുമ്പസാരിക്കാൻ, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ, അങ്ങനെ കൂടുതൽ ദൈവികമായി വളരാൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ബഡ് ചെയ്യാം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എന്തേരം കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ബഡ് ചെയ്യാൻ പറ്റുന്നത്? പരസ്പരം വഴക്കുണ്ടാകുന്നു, സോറി പറയുന്നു, ക്ഷമ ചോദിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബം നിരവധി കാര്യങ്ങളിൽ നഴ്സറി ആകാൻ, സ്നേഹം വളരാൻ സഹായിക്കുകയാണ്. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തെ സ്നേഹത്തിന്റെ ഉറവിടമാക്കാൻ പറ്റും. കൂടുതൽ സജീവമായ ഉറവയായി വളരും. നഴ്സറി ബഡ് ചെയ്യാൻ പറ്റും. ഒന്നിച്ചുള്ള ഭക്ഷണം, ഒന്നിച്ചുള്ള പ്രാർത്ഥന, പരസ്പരമുള്ള പങ്കുവെക്കൽ. അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പോപ്പിൻസ് കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ ആറ് പേരുണ്ട്. അത് എല്ലാവർക്കും കൊടുക്കണം, അപ്പനും അമ്മയ്ക്കും, വീട്ടിലുള്ള എല്ലാവർക്കും. നേരത്തെ ഞാനും ശുഭവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ വലിയ കുടുംബമാണ്, 10-14 പേരുണ്ട്. അപ്പോൾ ഒരു പോപ്പിൻസ് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ പങ്കുവെക്കൽ പഠിക്കുകയാണ്, ബഡ് ചെയ്യുകയാണ്. വേദനിക്കുന്നവരും വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും സന്ദർശിക്കുക, കുടുംബം ഒരുമിച്ച്. എനിക്കറിയാം, നിശ്ചയമായിട്ടും ഈ കഴിഞ്ഞ അവധിക്കാലത്ത് ഞങ്ങൾ കുടുംബങ്ങൾ ഒരുമിച്ച് മിഷന് പോയത് വഴി കുഞ്ഞുങ്ങൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്ന പ്രായമായവർ തന്നെ താമസിക്കുന്ന അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്, സമ്പത്തിന്റെയും സമയത്തിന്റെയും കഴിവിന്റെയും എല്ലാം ഒരു ഭാഗം മാറ്റിവെക്കുന്നത്, അർഹരായവർക്ക് അത് കൊടുക്കുന്നതെല്ലാം നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ സ്നേഹത്തിൽ വളരാൻ, ബഡ് ചെയ്ത് നഴ്സറിയായി തീർക്കാൻ ഇടയാകും. കുടുംബം ദൈവം ജനിച്ചു വളർന്നു വരുന്ന ഇടം എന്നുള്ളതാണ്. ഓരോ കുടുംബത്തിലും ഓരോ കുഞ്ഞ് ദൈവമാണ്. അപ്പൊ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നതിലൂടെ നമ്മുടെ കുടുംബം സമ്പന്നമാവുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അറിയുന്നത്. ഞാൻ ഓർക്കുന്നത്, ഓരോ കുഞ്ഞും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ തരികയാണ്. ഒന്ന്, മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ സ്നേഹവും വർദ്ധിക്കുന്നുണ്ട്. ഓരോ കുഞ്ഞിനെയും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് ഓരോ കുഞ്ഞുങ്ങളും. അവരെ സ്നേഹിക്കുന്നതിലൂടെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ സജീവമാകുന്നു. ദൈവം ഓരോ കുഞ്ഞിനും ആവശ്യമായ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ദൈവം ക്രമീകരിച്ചു തരുന്നു. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ 28 വർഷം മുഴുവൻ സമയം മിഷണറിയാണ്. പ്രത്യേകമായൊരു മാസം വരുമാനമില്ല, എൻ്റെ ഭാര്യയ്ക്കില്ല. ഞാനിപ്പോൾ താമസിക്കുന്ന വാടകയ്ക്കാണ്. എനിക്കൊരു മാസം 10, 15, 20 രൂപ വേണം വാടകയും സ്കൂൾ മറ്റെല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മിനിമത്തിൽ പോകാൻ. നമ്മൾ നോക്കുമ്പോൾ ഓരോ മാസവും പ്രത്യേക വരുമാനമൊന്നുമില്ല. പക്ഷെ ദൈവം കൃത്യമായി
ഒരു കടവുമില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ സമയാസമയങ്ങളിലെല്ലാം പൂർത്തിയാക്കി തരുന്നുണ്ട്, ക്രമീകരിച്ചു തരുന്നുണ്ട്. കാരണം ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവമാണ്. അപ്പോൾ ഓരോ കുഞ്ഞിനെയും ക്രൈസ്തവ കുടുംബം ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ സ്വീകരിക്കാനുള്ള വിശാലതയുണ്ടാകണം. സഭ മുഴുവൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദമ്പതികളുടെ ദാമ്പത്യ ധർമ്മ നിർവഹണം അത് പുതിയ ജീവനെ സ്വീകരിക്കാനുള്ള തുറവിയോടുകൂടി വേണം അത് നിർവഹിക്കാൻ. അല്ലാത്ത പക്ഷം അത് പാപമാണ്, കുമ്പസാരത്തിൽ ഏറ്റുപറയണമെന്ന് സഭ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബോധപൂർവം കുഞ്ഞിന്റെ ജനനത്തെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു പ്രക്രിയയും പാപമാണ്. ജീവനോട് നിഷേധാത്മകമായ സമീപനമെടുക്കുന്ന ഏതൊരു കാര്യവും അത് തെറ്റാണ്. അതുകൊണ്ട് ക്രൈസ്തവ ദമ്പതികൾ എപ്പോഴും ദൈവം തരുന്ന ജീവനെ സ്വീകരിക്കാൻ തുറവിയുള്ളവരായിരിക്കണം. ആ തുറവിയോടുകൂടി വേണം തങ്ങളുടെ ദാമ്പത്യ ധർമ്മ നിർവഹിക്കാൻ എന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ജീവന്റെ മൂല്യം നമ്മളിൽ വളരാൻ, കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ, നമ്മുടെ കുടുംബത്തെ ഒരുക്കാൻ എന്ത് ചെയ്യാം? ഒന്ന്, ജീവന്റെ മൂല്യത്തെക്കുറിച്ച് അറിയുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കുടുംബം കൂടുതൽ, നിശ്ചയമായി എനിക്കറിയാം, ഞാൻ വിവാഹത്തിന് മുമ്പ് പ്രോലൈഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഇത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയി ജീവൻ പ്രധാനപ്പെട്ടതാണ്, ധാരാളം മക്കൾ ഉണ്ടാവണം, അത് നന്മയാണെന്ന് ഞാൻ പറഞ്ഞത് വഴി തന്നെ ഞാൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് ധാരാളം മക്കൾ വേണം, ഏറ്റവും കുറഞ്ഞ 8 മക്കളെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ഞാൻ വിവാഹത്തിന് മുമ്പേ തുടങ്ങി. അതെന്നെ സഹായിച്ചു. 2, മക്കളില്ലാത്ത ധാരാളം ദമ്പതികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ സന്ദർശിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ദമ്പതികൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം കിട്ടുന്നതൊന്നുമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പം ദൈവം തരുന്ന മുഴുവൻ ജീവനെയും സ്വീകരിക്കുക വഴി അത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാനാവും. ധാരാളം മക്കളുള്ള കുടുംബങ്ങളെ സന്ദർശിക്കുന്നത് വഴി, അവരോടൊപ്പം ജീവിക്കുന്നത് വഴി കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ ഇടയാകും. വലിയ വിശുദ്ധരായ ധാരാളം മക്കളുള്ള കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ജോൺ ബോൾ പാപ്പയാകാം, രവീന്ദ്രനാഥ ടാഗോർ, ഇങ്ങനെ വലിയ കുടുംബങ്ങളിൽ നിന്ന് വന്ന വലിയ മനുഷ്യരുടെ ജീവചരിത്രം നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനിതെല്ലാം ചുരുക്കുകയാണ്. അവസാനമായി, നമ്മുടെ കുടുംബം ക്രൈസ്തവ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്. മാമോദീസ സ്വീകരിക്കുക വഴി നാം സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ അംഗമായി. നാം ആ പ്രേക്ഷിത ദൗത്യം നിർവഹിച്ചേ പറ്റൂ. ആ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാൻ കുടുംബജീവിതം നാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രേക്ഷിത ദൗത്യത്തിന്റെ നിർവഹണത്തിന് നമ്മെ സഹായിക്കാൻ ഒരാളും കൂടെ കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബം പ്രേക്ഷിതയായ കുടുംബമാണ്. മിഷണറിമാരെ വളർത്തിയെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ടീമാണ്, ടീം ഫോർമേഷൻ ആണ്. പ്രേക്ഷിതരെ വളർത്തിയെടുക്കുന്ന ടീം ഫോർമേഷന്റെ ഇടമാണ് പ്രേക്ഷിത കുടുംബം എന്ന് പറയുന്നത്. വൈദിക ജീവിതമാകാം, മറ്റേതൊരു ദൈവവിളിയിലേക്ക് പോകുമ്പോഴും ആ ദൈവവിളിയിലൊക്കെ തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നന്നായി പണിതുയർത്താൻ സഹായിക്കുന്ന അടിസ്ഥാനപരമായ പ്രേക്ഷിതത്വത്തെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. അപ്പൊ നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്, മിഷണറി കുടുംബമാണ്. ആ ബോധ്യവും അറിവും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് വ്യത്യസ്തമായ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാൻ ആളുകൾ സജ്ജരാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂൾ അവർക്ക് പ്രേക്ഷിത ഇടമാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലിക്കായി പോകുമ്പോൾ ആ ജോലി ചെയ്യുന്ന ഇടം പ്രേക്ഷിത ഇടമായി മാറുന്നു. നമ്മുടെ മക്കൾ പൗരോഹിത്യത്തിൽ പോകുമ്പോൾ അവരുടെ പൗരോഹിത്യം ഏറ്റവും ശ്രേഷ്ഠമായ പ്രേക്ഷിത ഇടമായി മാറുന്നു. സന്യാസ സമർപ്പിത ജീവിതത്തിലേക്ക് അവർ പോകുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രേക്ഷിതത്വമാണ് അവർ നിർവഹിക്കുന്നത്. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാവുന്ന കാര്യമാണ്. 2 കുടുംബങ്ങളെ കുറിച്ചുള്ളൊരു ചിന്ത. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനമാണ്. 1977 ആരംഭിച്ചൊരു കുടുംബം 300 വർഷങ്ങൾക്ക് ശേഷം 1990 ഈ കുടുംബത്തിന്റെ മക്കളുടെ മക്കൾ അങ്ങനെ 5-6 തലമുറകൾ കടന്നുപോയി അവർ കണക്കെടുത്തപ്പോൾ വളരെ മോശമായി ജീവിച്ച ഒരു യുവാവ്, അതിലും മോശമായി ജീവിച്ച ഒരു യുവതി. അവർക്ക് 1904 മക്കൾ ജനിച്ചു. അതിൽ കൂടുതൽ കുറച്ചും കൂടി ഉണ്ടാകും, കണ്ടെത്തിയത് അത്രയുമാണ്. അതിൽ അറിയപ്പെടുന്ന കുറ്റവാളികൾ 771 വിവിധ കുറ്റത്തിന് അറസ്റ്റിലായവർ 351 കൊലയാളികൾ 49 ലൈംഗിക രോഗികൾ 68 മയക്കുമരുന്നിന് അടിമകൾ 203 എയ്ഡ്സ് രോഗികൾ 3 പേരാണ്. എന്നാൽ അതേ കാലഘട്ടത്തിൽ ഇതുപോലെ ജീവിച്ച അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, എഡ്വേർഡും സാറായും.
1341 പേർ അവർക്കുണ്ടായി. കുറച്ചും കൂടി ഉണ്ടാകും, കണ്ടെത്താൻ പറ്റാതെ പോയതാകാം. സുവിശേഷ പ്രഘോഷകർ 196 പേരാണ്. സ്കൂൾ കോളേജ് തലങ്ങളിലെ പ്രൊഫസർമാർ 583 സെനറ്റർമാർ 96 ജഡ്ജിമാർ 49 ഒരാൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി. അപ്പൊ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ എത്രയോ മഹാന്മാരായ വിശുദ്ധരായ ധാരാളം ആളുകൾ ജനിച്ചു വീഴേണ്ടതായിരുന്നു, വളരേണ്ടതായിരുന്നു. നമ്മുടെ കുടുംബത്തിന്റെ സ്വാർത്ഥത, ദൈവത്തെ നോക്കി ദൈവം സംരക്ഷിക്കുമെന്ന വിശ്വാസവും ഉറപ്പും ഇല്ലാത്തത് കൊണ്ട് എത്ര കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തിൽ ജനിക്കാതെ പോയത്. അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചിട്ട് കൊല ചെയ്യപ്പെട്ടു പോയത്. സുവിശേഷത്തിന്റെ സജീവമായ സാന്നിധ്യമായി ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷത്തിന്റെ ജീവിതം പങ്കുവെക്കുന്നവർ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇനിയും ഇനിയും ധാരാളം ദൈവം നൽകുന്ന മക്കൾ ജനിക്കേണ്ടതുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളെ ഇത്തരത്തിൽ പ്രേക്ഷിത കുടുംബമാക്കാൻ കഴിയുന്നത്? ഒന്ന്, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എല്ലാ ദിവസവും മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, തിരുസഭ മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണം. 3, മിഷനിൽ പോയി വന്നവരുമായുള്ള സൗഹൃദവും അവരുടെ പങ്കുവെക്കലും നാം കേൾക്കണം. നമ്മുടെ വീട്ടിൽ അവരെ വിളിച്ച് അവരുമായി ഒരു ദിവസം പങ്കിടുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളരെ താല്പര്യമുണ്ടാകും. കഴിഞ്ഞ ഈ മിഷന് പോയപ്പോൾ വന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ ആഗ്രഹം, ആ കുടുംബത്തിലെ അപ്പനും അമ്മയും ഒക്കെ മിഷനുമായി ബന്ധപ്പെട്ട് പോകുന്നവരും വന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്നവരുമാണ്. അതവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മിഷന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ വർഷത്തിലൊരിക്കൽ അവധിക്കാലത്ത് 3-5 ദിവസങ്ങളെങ്കിലും ഒരു മിഷൻ സ്ഥലത്ത് പോകുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് സ്ഥലമൊക്കെ ഒന്ന് കണ്ടെത്തി അങ്ങനെ 3-4 കുടുംബങ്ങൾ ഒരുമിച്ച് പോകുന്നത് വഴി നമുക്ക് ഇതിനെ സജീവമാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം എല്ലാ അർത്ഥത്തിലും ദൈവരാജ്യത്തിന്റെ പതിപ്പാണ്. ദൈവരാജ്യത്തിൽ നിന്നാണ് നാം വന്നത്. നാം ഇവിടെ തിരുക്കുടുംബമായി ദൈവരാജ്യമായിട്ടാണ് ജീവിക്കുന്നത്. നാം ഇനി പോകുന്നതും ദൈവരാജ്യത്തിലേക്കാണ്. അപ്പൊ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മൾ വന്നു. അത് ട്രിനിറ്റി, ത്രിത്വൈക ദൈവമാകുന്ന കൂട്ടായ്മയാകുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് നാം വന്നത്. ഇവിടെ തിരുക്കുടുംബം പോലെ നാം ഈ ലോകത്ത് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവരാജ്യമാകുന്ന കുടുംബത്തിലേക്ക് തിരിച്ചെത്താനാവൂ. അതുകൊണ്ട് നമ്മുടെ ചുറ്റും, നമ്മുടെ ഇടവകയിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള കുടുംബങ്ങളെയൊക്കെ ഇത് പഠിപ്പിക്കാനുള്ള ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ ദൗത്യം അത് കുടുംബങ്ങളെ ഇത്തരത്തിൽ ആധ്യാത്മികമായി അവരെ ഇത്തരത്തിൽ പിൻബലം നൽകുക. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയൊരു ആത്മീയ പിൻബലമാണ് ധാരാളം മക്കളെ സ്വീകരിക്കാൻ സഹായിച്ചത്. മാനസികമായ പിൻബലം കൊടുക്കുക. ചില ആളുകൾക്ക് മാനസികമായ പിൻബലം കൊടുത്താൽ അവർ അവരുടെ കുടുംബങ്ങളെ തിരുക്കുടുംബം പോലെ സജീവവും വിശുദ്ധവുമായി വളർത്താൻ ഇടയാകും. ചില കുടുംബങ്ങളെ ഭൗതികമായി നാം സഹായിക്കേണ്ടതായിട്ടുണ്ടാകാം. ഇത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങളെ വളർത്തുന്നതിൽ ദൈവം നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന് നാം കേൾക്കുന്നതും നാം പ്രഘോഷിക്കുന്നതുമെല്ലാം ഈ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ കൊടുക്കാം. നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ ഓർമ്മയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിക്കാം. തിരുക്കുടുംബം പോലെ അതിവിശുദ്ധമായി ഈ ലോകത്തിൽ പ്രകാശിച്ചു നിൽക്കേണ്ട കുടുംബമാണ് നമ്മുടെ കുടുംബം. വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ നീതിബോധത്തിൽ കത്തി ജ്വലിച്ചു നിൽക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിന്റെ അപ്പൻ. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൽ തൻ്റെ ജീവിതം ചേർത്ത് വെച്ച് ദൈവഹിതം മാത്രം നിറവേറ്റുന്ന വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന സാന്നിധ്യമായി നിൽക്കേണ്ടവരാണ്. നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഈശോയെപ്പോലെ വലിയ പ്രേക്ഷിതത്വത്തിന്റെ സജീവമായ ശക്തിയും സാന്നിധ്യവും ആകേണ്ടതാണ്. തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഇന്നോളം സഭ വിളിച്ചിട്ടുള്ളവരും പേര് വിളിക്കാത്തവരുമായ എല്ലാ വിശുദ്ധരും ജനിച്ച ഇടമാണ് കുടുംബം. നമ്മുടെ കുടുംബവും ഇപ്രകാരം തന്നെ വലിപ്പമുള്ളതാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ അതിവിശുദ്ധവും ശ്രേഷ്ഠവുമായി അങ്ങ് കണ്ടെത്തി അങ്ങ് നിർവഹിച്ച ജോലി, അത് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ജോലി വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു, കുടുംബത്തെ ഏൽപ്പിച്ചു.
അത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് കൃപയും കരുത്തും ശക്തിയും തരുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ എന്നുമെന്നും കാത്തു സൂക്ഷിക്കുന്ന, എന്നുമെന്നും ജീവനുള്ളതാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.